സോ ഗൈസ്, നമ്മുടെ ഇൻറ്റിമേറ്റ് റേഞ്ചിലൂടെ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിരുന്നു കേട്ടോ. നമ്മുടെ ആനിമൽസിനൊരു പുതിയ ആനിമൽ വന്നു. ഇത് മറ്റേ നമ്മുടെ ബുള്ളല്ലേ, ബുള്ള് വന്നു. പിന്നെ വെഹിക്കിൾസിൽ ഒരു വണ്ടി കൂടെ വന്നു. അതെല്ലാം ഞാൻ ഇപ്പം നിങ്ങൾക്ക് എടുക്കാൻ കാണിക്കുന്നതാണ്. നമുക്ക് ഇൻറ്റിമേറ്റ് റേഞ്ചിലൂടെ ഞാനിത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതാണ്ട് സ്വിഫ്റ്റ് അടിക്കുന്നത് എനിക്ക് എല്ലാവർക്കും കാണുന്നതായിരിക്കും. സ്വിഫ്റ്റൊക്കെ നിങ്ങളെല്ലാവരും, പക്ഷെ കുറേ പേർക്ക് ബഗ് അടിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ശരിയാക്കാൻ ഞാൻ ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞുതരാം. പിന്നെ പുതിയതായിട്ട് വന്ന ഒരു ട്രാക്ടർ പോലത്തെ വണ്ടിയില്ലേ, അതിന് അമ്മാതിരി സ്പീഡുള്ള ഞാൻ കാണിച്ചു തരാം. പിന്നെ അയ്യോ ഗൈസ്, വണ്ടി സ്കിഡായിപ്പോയത്. അതല്ല, നമുക്ക് ബീച്ചിൽ ഓടിച്ചു നോക്കാം. ബീച്ചിൽ സ്മൂത്തായി ഓടിക്കോ. വണ്ടിക്ക് തന്നെ പിക്കപ്പ് ഉണ്ട് കേട്ടോ. വണ്ടി ഇപ്പോൾ ഒരു 90 പോകുന്നുണ്ട്. നമുക്കിനി ഈ വണ്ടിയുടെ നമുക്ക് നേരെ വീട്ടിൽ പോവാം. കുറച്ച് ദൂരം ഉണ്ട് പോവാൻ. ഇപ്പോൾ അതാ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ വീട്. അയ്യോ, ബ്രേക്ക് അടിച്ച്. പുതിയ വണ്ടി എടുത്തായിരുന്നു ഈ പണ്ടാരക്കാരൻ. വണ്ടിയുടെ അയ്യോ അയ്യോ ഗൈസ്, പുതിയ വണ്ടിയാണ്. നമുക്ക് ഡോറ് അടച്ചു നോക്കാം. സസ്പെൻഷൻ ഡോറ് ജാമായി തോന്നുന്നു. ശരി, നമുക്കിത് ഒന്നൊരു കാര്യം ചെയ്യാം. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. ഞാനിങ്ങനെ ഡോറ് തുറന്നു പോയിക്കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ വളച്ചു. എന്നിട്ട് ഇങ്ങനെ ഒറ്റ ഡോറുടെ ഇത്രയുള്ളൂ. ഇത് നമ്മൾ എന്തിനാണ് കഴിച്ചു ഒരേ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നത്. നമുക്ക് നേരെ വണ്ടി കൊണ്ടുപോയി നമ്മുടെ പാർക്കിങ്ങിലിട്ടേക്കാം. ഈ ഒരു ബെഡ് ഞാൻ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഒരേയല്ലേ ഒരേയില്ല. എൻ്റെ പേഴ്സണൽ വണ്ടിയായ നമ്മുടെ ഫോർച്യൂണറില്ല, ഞാനിവിടെ പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഇടുക. കാരണം എനിക്ക് എപ്പോൾ അത്യാവശ്യം വന്നാലും സാധാരണ എടുക്കാൻ. പിന്നെ ഇത് ഞാൻ സാധാരണ ആൾക്കാർ കൊടുക്കുന്നത് എടുക്കുന്നതാണ്. ഞാൻ വണ്ടി നിൽക്കണം. എനിക്ക് കിട്ടുള്ളൂ കേട്ടോ. അടുത്ത വണ്ടി എടുക്കാം. എടുത്തു 9 നമ്മുടെ പുതിയ ഇത് ഉണ്ട്. ഇട്ടു സാധനം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്പീഡ് ചെയ്യുന്നുണ്ടോ? എടുത്തു കഴിഞ്ഞാൽ പറക്കുക. ഒടുക്കത്തെ ഇതാ എൻ്റെ മോനെ. കിടു എന്ന് പറഞ്ഞാൽ കിടു സാധനം. നമുക്ക് ഡ്രിഫ്റ്റ് അടിച്ച് കഴിയാലോ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നറിയില്ല, ഈ ഒരു വണ്ടി നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു പണ്ടത്തെ ഒരു ട്രാക്ടർ, അതിന് ഇത്രയും സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. നമുക്ക് ആ റാമ്പ് ഇതുണ്ടോ, ആ ചുമന്ന റാമ്പില്ല, നമുക്കൊന്ന് ചടിച്ച് നോക്കണം. നമ്മൾ നല്ല സ്പീഡ് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ തെറ്റതിൻ്റെ അറ്റത്തോ എടുത്തതില്ല. കേട്ടോ പൊന്നുകൾ ബാക്ക് സൈഡിലാണ് ഇടിച്ച്. ഒരു കുഴപ്പമില്ലാതെ സൗകര്യമുണ്ട്. നേരെ വീട്ടിൽ പോവാം. അയ്യോ ഇടിച്ചു കുഴപ്പമില്ല.
നമുക്ക് പോയിട്ട് നമ്മൾ മറ്റേ വണ്ടി എടുത്തിട്ട് വരണം. അവിടെ കിടക്കുവാണ്, നമുക്കത് വെച്ചിട്ടാണ് ഇനി മൊത്തം കളി. ഇനി അത് അവിടെ നിന്ന് ഡീസ്പോണായോ? ഈ ബഗ് ഒരിക്കലും ഇവന്മാർ മാറ്റത്തില്ല. വണ്ടിയുടെ ഒരിടയ്ക്ക് അത് മാറ്റിയായിരുന്നു. നമ്മുടെ മറ്റേ ഈ സൂപ്പറാവുന്നില്ല, ആ സമയത്ത് അവന്മാർ മാറ്റിയായിരുന്നു. വണ്ടി ഒരിക്കലും ഡീസ്പോൺ ആവത്തില്ലായിരുന്നു. പിന്നെ അത് കൊണ്ടുപോയി വെച്ചു. പക്ഷെ കുറേ യൂട്യൂബ്സിന് ലാഭമാണ്. വണ്ടി പോയി. വണ്ടി പോയി നോക്കിയിട്ട് വരാവേ. നോക്കുന്ന നേരെ നമുക്ക് കിടച്ച വിടാം. നമുക്ക് നേരെ വിടാം. സ്വന്തം വണ്ടി, പേഴ്സണൽ വണ്ടി പോയി. ഓ ഒരു മിനിറ്റ്. സോ ഗൈസ്, നമുക്ക് ട്രാക്ടർ എടുത്തിട്ട് നേരെ നമ്മുടെ സ്വിഫ്റ്റ് എടുക്കാൻ പോവാം. ഓക്കെ, ഇതെങ്ങനെ എടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിൻ്റെ ഇടയിൽ ഈ പ്ലഗിൻ ഓപ്ഷൻ പോവാം. അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ വെഹിക്കിൾസിൽ പോവുക. എന്നിട്ട് നിങ്ങളിവിടെ സെലക്ട് ചെയ്യണ്ടോ, ആ സെലക്ട് ഓപ്ഷൻ നിൽക്കുക. അന്നേരം കോപ്പി ഇടുന്ന കാണിച്ചാണ്. എന്നിട്ട് നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിൽ പോവുക, പാക്ക് അടിക്കുക, പ്ലഗിൻ എടുക്കുക. അയ്യോ സോറി ഗൈസ്, അതാണ് പ്ലഗിൻ എടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾ എന്നറിയോ, ഫയൽ ഓൾറെഡി റോഡ് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ആക്കിയതോ. നിങ്ങൾ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. എല്ലാവർക്കും ബായ്.